ഹലോ. ഒരു 2 ദിവസം മുന്നത്തെ ഡേ മൈ ലൈഫ് കണ്ടാലോ? ഇത് ഞാൻ ചെമ്മാപ്പള്ളിക്ക് വരുന്നുണ്ട്. തൊട്ട് തലേദിവസം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്യാം. എന്നിട്ട് അതൊരു ഫുള്ള് ഡേ മൈ ലൈഫായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇടിയപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി തലേദിവസത്തെയാണ്. ഇടിയപ്പം രാവിലെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇടിയപ്പം. അപ്പം ഞാൻ അമ്മ വിചാരിച്ചു ഓക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. മാവ് കഴിഞ്ഞു. അതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കി അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മളെ വല്യമ്മ വന്നിട്ടുണ്ട്. കാരണം സൺഡേ ആണ്. സൺഡേ മിക്ക ദിവസങ്ങളിലും ആളും ചേച്ചിയും ഇവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ, നാട്ടിലുണ്ടാവും. അപ്പോൾ ദേ ഇത് നമ്മളെ ഗർഭിണി ചേച്ചിയാണ്. ഇത് ആളുടെ ഹസ്ബൻഡാണ്, മനുവേട്ടനാണ് കേട്ടോ. അപ്പോൾ ദേ കണ്ണൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഉറക്കിയിട്ടുണ്ടായിരുന്നു. പപ്പി വന്നപ്പം പപ്പി എടുത്ത് കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പപ്പിയും മനുവേട്ടനൊക്കെ വന്നതുകൊണ്ട് നമ്മൾ വല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഇന്ന് ലഞ്ച്. വലിയ പരിപാടികളൊന്നുമല്ല, ജസ്റ്റ് പൊറോട്ട, റൈസ്, അതുപോലെ ചിക്കൻ. അപ്പോൾ ഇന്ന് കണ്ണൻകുട്ടനും ഞാനും കൂടെ വല്യമ്മാവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വല്യച്ഛൻ്റെ വീട്ടിലേക്ക്. നമ്മുടെ തൊട്ട് അപ്പുറത്തെ വീട് തന്നെയാണ് കേട്ടോ. ആ കാണുന്ന വീട് തന്നെയാണ്. അപ്പോൾ കണ്ണൻ്റെ ഫസ്റ്റ് വിരുന്നാണ് കേട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ഉണ്ണിമാമനാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ദേ ഇവിടെ ഒരു മുളയുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ സൈഡ്. കാരണം മഴ പെയ്തിട്ടൊക്കെയാണെന്നറിയില്ല, ഭയങ്കര ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഉണ്ണിമാമാരോട് ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചിട്ടോ. അവനൊരു 3, 4, 5 ഫോട്ടോ എനിക്ക് എടുത്തു തന്നു. അതിലെല്ലാം മിക്ക ഫോട്ടോസും നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ആ നൈറ്റിയുടെ ആണെന്ന് അറിയില്ല. ആ ഒരു എന്താ പറയുക, ഗ്രീനറിയും പിന്നെ ആ നൈറ്റിയുടെ കളറും കൂടെ ആയപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ണൻ്റെ ആ ഒരു റെഡ് പാൻസും കൂടി ഇട്ടോട് കൂടെ നൈസ് ലുക്കായിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യാനൊക്കെ ആ സമയത്ത് കുറച്ച് നേരം കണ്ണൻ ഉറങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ പെയിൻറ്റിങ് ചെയ്യുകയാണ്, കോമ്പറ്റീഷനാണ് കേട്ടോ. ഞാനും ജിംബും ആദ്യം കൂടെയാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പെയിൻറ്റ് ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. അതായത് മല, അതുപോലെ ഒരു വലിയ മരം, ഊഞ്ഞാൽ, ഒരു കുഞ്ഞു വീട്, പിന്നെ കുറേ ചെടികൾ, പൂക്കൾ. അതാണ് കേട്ടോ ഞാൻ എപ്പോഴും നോർമലി വരയ്ക്കാറുള്ളത്. വിനിച്ചേട്ടനും അപ്പുമൊക്കെ ഉച്ചയ്ക്ക് ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ഒരു പേരിടലുണ്ടായിരുന്നു അഖിലിൻ്റെ ബേബിയുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ ഇറങ്ങിയത്. അപ്പോൾ ഒരു 5 മണി ഒക്കെ ആവും ഏകദേശം എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കൂടുതൽ ഉറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം അവർ ഏകദേശം വരാനായിട്ടുണ്ട്. അപ്പോൾ ടി വി വെച്ചപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ഫിലിം ദേവദൂതൻ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിലിമിൽ ഒന്നാണ് കേട്ടോ. കാരണം എനിക്കതിൽ പ്രണയം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതിൽ ആ വിനീതിൻ്റെയും ആ ഒരു ലേഡി, എനിക്ക് പേര് ഓർമ്മയില്ല ആ സിനിമ നടിയുടെ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ ആ ലേഡി ആ ഒരു പ്രണയത്തിനൊക്കെ കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമ്മൾ 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ഈ ഒരു സോങ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡാണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കണ്ണൻ നല്ല ഉറക്കമായി കേട്ടോ. അമ്മമ്മയ്ക്കാണെങ്കിലോ തീരെ വയ്യ. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നല്ല തുമ്മലായിരുന്നു ആൾക്ക്. അപ്പോൾ തുമ്മിയിട്ട് ഈ കഴുത്തൊക്കെ വിലങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ ദിവാനിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുക. എങ്ങനെ കിട്ടിയാൽ എങ്ങനെയാണെങ്കിലും ഒരു എന്താ പറയുക, ശരിയായിട്ടങ്ങ് കിടക്കാൻ പറ്റുന്നില്ല ആൾക്കിപ്പം. ഹോളൊക്കെ ഫുള്ള് നീറ്റാക്കി കേട്ടോ. കാരണം ഇന്നലെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഫുള്ള് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചു. ഊഞ്ഞാലൊക്കെ കണ്ടില്ലേ, ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിനിച്ചേട്ടൻ വരുമ്പോഴേക്ക് ഇതേ മാങ്ങ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടോ. ജസ്റ്റ് ചെനച്ച മാങ്ങ, അതിലേക്കൊരു ഇച്ചിരി പഞ്ചസാര, എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടടിക്കുക. പിന്നെ ദേവീനി ചേട്ടൻ വരുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം കേട്ടോ. ചേട്ടൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം പോയിട്ടൊന്ന് കണ്ണാടിയിലൊക്കെ ഒന്ന് പോയി ഒന്ന് റെഡി ആയിട്ട് വരും. തിരക്കും ബഹളമൊക്കെ ഉള്ള സമയത്ത് നടക്കില്ല. പക്ഷേ എങ്കിലും ഞാൻ മിക്ക സമയത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചേട്ടൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് വേഗം മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ഭംഗിയൊക്കെ നോക്കിയിട്ട് ഒന്ന് ഓടി വരും. ഇത് ഞാൻ ചിമ്പുവിന് വാങ്ങിച്ചൊരു പസലാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അത് ഞാൻ എന്തായാലും നോക്കിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ബേബികൾ ഉറങ്ങുമ്പോൾ കുറച്ച് അധികം നേരം ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു പില്ലോ ഇങ്ങനെ കാലിൻ്റെ സൈഡൊന്ന് പൊക്കി വെച്ചിട്ട് ചെരിച്ചങ്ങ് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ആരെങ്കിലും അടുത്ത് കിടക്കും എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടും. അപ്പോൾ കുറച്ചധികം നേരം ഉറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പതിയെ പുറത്തിറങ്ങി. കാരണം എന്താ, നമ്മൾ അപ്പുക്കുട്ടനും എത്താനായിട്ടുണ്ട്. അവർ നമ്മളെ വീടിനടുത്ത് പൂവത്താണൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വെറുതെ ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മൾ ജൂലിയുടെയൊക്കെ വീഡിയോ എടുത്തു. നമ്മുടെ മോട്ടുക്കുട്ടൻ ഇല്ല. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ഭയങ്കര ഫീലിംഗ് ആവും.
അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇത് അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. ബട്ടർഫ്ലൈയുടെ പോലെയാണ് കേട്ടോ ഈ ചെടിയുള്ളത്. ഇത് എത്താനായിട്ടുണ്ട്. അവരെത്താനാവണ സമയത്ത് മേലെന്ന് നല്ല ഹോൺ അടിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്താനായി എന്നുള്ളത്. ആ ഒരു ഇവിടുന്ന് കയറിക്കഴിഞ്ഞൊരു വളവ് 2, 3 വളവുണ്ട്. അവിടുത്തെ സ്റ്റാർട്ടിങ് വളവ് എത്തുമ്പോൾ തന്നെ അവർ ഹോണടി തുടങ്ങും കേട്ടോ. അങ്ങനെ ദേ തെച്ചിപ്പൂവുമായിട്ട് ഞാൻ വിനിച്ചേട്ടനെ കാത്തിരിക്കുകയാണ്. അവർ ഹോൺ അടിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. ഒരു മേലെ എത്തുമ്പോൾ തന്നെ ആ വളവ് വളയ്ക്കുമ്പോൾ തന്നെ ഒരു ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. സിസ് പോയി ഇപ്പം എത്തും, ഇപ്പം എത്തും. അച്ചടാ മുടിയൊക്കെ നോക്കി കടിക്കുന്നു പറഞ്ഞില്ല ഞാൻ. വഴി തെറ്റി അപ്പുവേ, അപ്പന് വഴി അറിയില്ലേ? ഇതാരാന്നറിയോ? നമ്മളെ അമ്മമ്മയാണ് കേട്ടോ. പപ്പിയുടെ അമ്മമ്മയാണ്. പപ്പിയും മനേട്ടനൊക്കെ വന്നതുകൊണ്ട് അമ്മച്ചനും അമ്മമ്മയൊക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ജിംബുവും ആദിക്കൂട്ടനും കൂടെ പാടത്തൊക്കെ കടിച്ച് നനഞ്ഞ് കുളിച്ച് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പക്കുട്ടനതേ കുറേ ഗിഫ്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിനൊക്കെ പോയ സമയത്ത്. അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ജിംബുക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആദിക്കൂട്ടനും ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. ഫുള്ള് സർപ്രൈസ് ആയിട്ട് കണ്ണു പൊത്തി കഴിഞ്ഞാലേ ഗിഫ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെയാണ് അവരുടെ റൂളുകൾ. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ചെടികളൊക്കെ എടുക്കാൻ പോയി. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പനിക്കൂർക്കടയില, പിന്നെ ഒരു ഹാങ്ങിങ് ആയിട്ടുള്ള ക്രീപ്പർ ഉണ്ട്. പക്ഷേ ഇതിൽ എക്സാമ്പിൾ കാണിച്ചു തരാനായിട്ട് ഒരു ഹാങ്ങിങ് പോലും ഇല്ല കേട്ടോ. ഞാൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് മക്കളുടെ കൊട്ടിക്കലാശം പരിപാടികളൊക്കെയാണ്. അമ്മൂട്ടിക്ക് അതിനിടയ്ക്ക് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജിംബുവിൻ്റെ കമ്മൽ ഗോൾഡിൻ്റെ കമ്മലാണ് കേട്ടോ ഇട്ടിരുന്നത്. അപ്പോൾ സ്കൂളിലേക്കാണെങ്കിൽ അത് അലോ ചെയ്യില്ല. അപ്പോൾ ആളോട് വേറൊരു ജസ്റ്റ് ഒരു ഫാൻസി കമ്മൽ ഇടാൻ വേണ്ടിയിട്ട് പറയുന്ന തിരക്കിലാണ് കേട്ടോ ആൾ. അപ്പോൾ ജിംബിനാണെങ്കിൽ ഭയങ്കര പേടിയാണ്. പക്ഷേ എങ്ങനെയൊക്കെയാണ് അമ്മൂട്ടി അഴിച്ചു കൊടുത്ത്. പക്ഷേ ജിംബാണ് കേട്ടോ ഇട്ടത്. പിന്നെ അങ്ങനെ നമ്മൾ എത്ര മണിക്കായി അന്ന് ഞങ്ങൾ കിടന്നത്? ഒരു 11:30, 12 മണി കണ്ടായി തോന്നുന്നുണ്ട് കേട്ടോ. അത്രയും ലേറ്റായി. ഇത് നോക്കിയ 3 പേരുടെയും കൂടെ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് 5 മണിയായപ്പോൾ നമ്മൾ അലാം വെച്ചിട്ടുണ്ടായിരുന്നു. 5:30 ആയപ്പോൾ ജിംബുവിനെ എണീപ്പിച്ചു. ഞാൻ എണീച്ചിട്ട് ഞാൻ വേഗം കുളിച്ച് റെഡി ആയിട്ടോ. എന്നിട്ടാണ് പിന്നെ ജിംബുവിനെ എണീപ്പിച്ചത്. കാരണം ആൾക്കും കുളിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ പോകണമെന്നുണ്ട്. പക്ഷേ പോണ വഴിക്ക് ആദ്യം ജിംബുവിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് വീട്ടിൽ കയറാനായിട്ട്. അങ്ങനെ 5 മണിക്ക് അലാം വെച്ചു. 5:30ക്ക് റെഡി ആയില്ല. 5:45, 6 മണിയൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട്. കാരണം പക്ഷേ ഞാൻ സംഭവങ്ങളെല്ലാം ഞാൻ ഇന്നലെ പാക്ക് ചെയ്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജിംബുവിൻ്റെ സ്കൂളിലേക്കുള്ള ബാഗിലേക്കുള്ള വെള്ളം, പിന്നെ നമുക്ക് തൽക്കാലം അവിടം വരെ എത്തുമ്പോഴേക്കുള്ള കഴിക്കാനുള്ള കുറച്ച് ഐറ്റംസുകൾ അതൊക്കെ ഇന്ന് രാവിലെ തന്നെ എടുത്ത് വെക്കേണ്ടതായിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് ലാഗ് അടിച്ചു. അപ്പോൾ അതിൻ്റെ വെക്കുന്ന തിരക്കിലൊക്കെയാണ് കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ ഇരിക്കുന്ന സൈഡിൽ ആയിട്ട് വേണം അതൊക്കെ വെക്കാനായിട്ട്. അപ്പം ഞാൻ ആ സംഭവങ്ങളൊക്കെ ഒന്ന് വെക്കാനായിട്ട് വിട്ടുപോയിട്ടോ ഇന്നലെ. അപ്പോൾ അതൊക്കെ വെക്കുന്നതിൻ്റെ ഫുള്ള് തിരക്കിലാണ്. നമ്മൾ 5 മണിക്ക് 5:30ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് 6 മണിയായി. ഇനിയിപ്പം കാണിച്ചു തരാം കേട്ടോ ഞാൻ പോകുന്ന സമയത്തുള്ള റഷും കാര്യങ്ങളൊക്കെ. കാരണം 8 മണിക്ക് ജിംബുവിന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എപ്പോൾ എത്തും എന്താ ഒന്നും അറിയില്ല. വരുന്ന വീഡിയോയിൽ ആ കാഴ്ചകൾ കാണാം കേട്ടോ. കണ്ണൻകുട്ടനെ പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് കുളിപ്പിച്ചൊന്നുമില്ല കേട്ടോ. അപ്പനെയും കുളിപ്പിച്ചില്ല, ജിംബുവിനും മാത്രമാണ് കുളിപ്പിച്ചത്. കാരണം ആളെ നേരെ സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അച്ചക്കുട്ടനൊക്കെ ഉറക്കം ശരിയായിട്ടൊന്നുമില്ല. കാരണം ഇന്നലെ രാവിലെ ഫുള്ള് ക്ലീനിങ്ങൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയായപ്പം അവർ 90ൻ്റെ പരിപാടിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് നേരെ ട്രാവലിംഗ്, പിന്നെ പിള്ളേരുടെ കൂടെയുള്ള മൽപ്പിടുത്തം, അത് കഴിഞ്ഞിട്ട് രാത്രി കുറച്ച് മണിക്കൂർ മാത്രം ഉറക്കം, അത് കഴിഞ്ഞിട്ട് നേരെ എണീക്കുന്നു, നേരെ തിരിച്ച് വീട്ടിലേക്കും. അയ്യോ, മനസ്സിലാവുമല്ലോ അല്ലേ എന്താ പറയുക ഈ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പൂസിനെ വിളിച്ച് എണീപ്പിച്ചപ്പോൾ തന്നെ ആൾ റെഡി ആവാനൊക്കെ ആയിട്ട് ഓക്കെ ആയിട്ടോ. കാരണം നാളേക്ക് വീട് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയിട്ടാണെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ടോ.
ഇവിടെ ചെരുപ്പ് വെച്ചിട്ട് ഇവിടെ ഇരുന്നോട്ടോ, ഇവിടെ തന്നെ ഇരുന്നോ. ഇവിടെ ആകെ ഇരിക്കാൻ സാധിക്കും. അമ്മ അപ്പുറത്തേക്ക് കയ്യിലൊന്ന് അമ്മമ്മക്ക് ടാറ്റ. അത് മഞ്ഞ കട്ട. സൂക്ഷിച്ച് അതാ അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ഇറങ്ങാൻ നേരത്ത് നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും നന്നായിട്ടൊന്ന് ഉറങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഞാൻ കുറച്ച് വോയിസ് ഒക്കെ ഒന്ന് കുറച്ച് ഡിമ്മാക്കിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോൾ ചേറ്റുവെത്തി. അപ്പം പിന്നെ ജിമ്പുവിനെ എണീപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഉള്ള സീനാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല കരച്ചിലായിരുന്നു, ആൾക്ക് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കായ അറിഞ്ഞപ്പോഴായിരുന്നു ആള് പുതിയ ക്ലാസ്സിലേക്കല്ലേ പോകുന്നത്, അപ്പം ഒറ്റയ്ക്ക് പോകേണ്ടി വരും എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു വളക്കുന്നത്. പിന്നെ അതൊക്കെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അമ്മ കൂടെ ഉണ്ട്, അമ്മ വരാം, അമ്മയും അപ്പവും കൂടെ വരാം, കണ്ണനെ നമുക്ക് അച്ഛനെടുത്ത് ഇരുത്താം എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം കരഞ്ഞു. പക്ഷെ എങ്കിലും ലാസ്റ്റ് എന്തൊക്കെയാ പറഞ്ഞ് ഞങ്ങൾ സെറ്റ് ആക്കി കേട്ടോ. പിന്നെ ആള് ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം റെഡി ആയത്. ഇനിയുള്ള എക്സൈറ്റ്മെന്റ് കാണാം കേട്ടോ. അപ്പൊ സെറ്റ് അല്ലേ ജിംബു? എന്ത് നമ്മൾ ചെറുതായി ഒന്ന് ലേറ്റായെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 8:10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 8:10 ആകുമ്പം എങ്ങനെ ആയാലും എത്തില്ല നമുക്കറിയാമായിരുന്നു. കാരണം 8 മണിയായപ്പോൾ നമ്മൾ ചേറ്റുവെത്തി. അവിടുന്ന് ഒരു 20 മിനിറ്റ് എന്തായാലും എടുക്കും കേട്ടോ. അപ്പോൾ ഒരു 8:30, 8:25 ഏകദേശം ആ ടൈമിൽ എത്തുക കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഡേ തന്നെ പ്രിൻസിപ്പലിന് വഴക്ക് കേൾക്കും, ടീച്ചേഴ്സിന് വഴക്ക് കേൾക്കും എന്നൊക്കെ വെച്ച് ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ചേട്ടനൊന്നും വഴക്ക് പറഞ്ഞില്ല. ആരും ഒന്നും എന്താ പറയുക കൂടുതൽ പ്രഷറൊന്നും പറയാതെ ഞാനിങ്ങനെ പതിയെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് സെറ്റായിരുന്നത്. നമ്മൾ തൃപ്രയാർ എത്തിയപ്പോൾ ഇതില്ലേ അമറിന്റെ ബസ് കണ്ടപ്പോൾ ഈശ്വര സമാധാനമായി. അങ്ങനെ സക്സസ്ഫുൾ സെക്കൻഡ് സ്റ്റാർട്ടഡ് ജിംബുക്കുട്ട.
അങ്ങനെ ഗായ്സ് നമ്മൾ ചിമ്പു ചേച്ചീനെ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ സ്കൂളിൽ ഇറക്കി കേട്ടോ. 8:30 ആയി. പക്ഷെ ഏകദേശം എല്ലാവരും ആ സമയത്തിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാരണം നല്ല ബ്ലോക്ക് ഉണ്ട് റോഡുകളിലൊക്കെ. പിന്നെ ഈ ഭാഗത്തും വരെ മാത്രമേ നമുക്ക് പാരൻസിനെ അലോ ചെയ്യുള്ളൂ. പിന്നെ മേലേക്ക് സ്റ്റുഡൻസ് ഒറ്റയ്ക്ക് തന്നെ പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം സമാധാനമായി. ആളെ കറക്റ്റ് സമയത്ത് തന്നെ ക്ലാസ്സിൽ എത്തിക്കാൻ പറ്റി. ഞാൻ വിചാരിച്ചില്ല, കുറച്ചുകൂടി ലേറ്റ് ആവുന്നൊക്കെയാണ് വിചാരിച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. കാരണം ഇറങ്ങാൻ നേരത്തെ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആളുടെ. അപ്പം ഞാൻ എല്ലാവരും കാണുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ മാറ്റി വന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ഒന്നും അവിടെ ടൈം സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. കാരണം കണ്ണൻ ഒറ്റയ്ക്കാണ്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് കയറണമല്ലോ, അത് കൂടുതൽ ലാഗ് അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ 8 മണിക്ക് 8 മണിക്ക് അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 11 വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. നമ്മളിപ്പം ഇപ്പം ഞങ്ങൾക്ക് തിരക്കുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ പോയിട്ട് പിന്നെ കുറച്ചായിട്ട് വരും. അല്ലാതെന്നുണ്ടെങ്കിൽ മിക്ക പാരൻസും 8 മണിക്ക് വന്ന് കഴിഞ്ഞിട്ട് ഒരു 11 വരെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് മക്കളെയും കൊണ്ട് പോകും. അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ കൂടുതൽ ആ സമയം വരെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ജിമ്മു ചേച്ചിയുടെ അസംബ്ലിക്ക് പോവാണ് കേട്ടോ ആള്. പോകുന്നതിന് മുന്നേ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ബാക്കിൽ നിന്ന് പോയിട്ടൊരു ഹായൊക്കെ കൊടുത്തു. ആളും തിരിച്ച് ഹായൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. കാറൊക്കെ എത്തിയപ്പോഴേക്ക് കണ്ണൻ നല്ല കളിയായിരുന്നു കേട്ടോ. സീറ്റിൽ കിടത്തിയിട്ടിറങ്ങിയ പോയത് വിനിച്ചേട്ടൻ ഫ്രണ്ടിലിരുന്നു. അപ്പോൾ ആളിങ്ങനെ പറയുക, ഭയങ്കര കളിയാണ്, നല്ല ചുടുപുടി ചടുപുടുന്ന് കൊണ്ടിപ്പോൾ കളിക്കും ആള്. അപ്പം എന്നെ കണ്ടതോടുകൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടനെ ഇപ്പോൾ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ഇരിക്കലും എൻ്റെ കൂടെ നടക്കലും കാര്യങ്ങളൊക്കെ. എപ്പോഴും ബേബി കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബേബീനെ ഇന്നിപ്പം സീറ്റിൽ കിടത്തിയപ്പോൾ ആള് വേഗം മടിയിൽ കയറിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ മിക്ക ടൈമും ആ ഒരു ചാൻസ് ഞാൻ മുതലാക്കാറുണ്ട്. കാരണം ബേബി ഉറങ്ങുക അല്ലെങ്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നേരം ഞാൻ കണ്ണെടുത്തല്ല അപ്പൂനെടുത്തിരിക്കും കേട്ടോ. കാരണം ആൾക്ക് ഇപ്പം എന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഞങ്ങളിത് ഫൈനലി അച്ഛൻ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്ര മാസങ്ങൾക്ക് ശേഷം വീട് ഒത്തിരി മാറി. കാരണം എൻ്റെ ബോഗൻവില്ല ഞാൻ പോകുമ്പോഴൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല. ബോഗൻവില്ലയ്ക്ക് ഒത്തിരി ആയി. മുന്തിരിവള്ളിയിലൊക്കെ ഒത്തിരി മുന്തിരി ഉണ്ടായിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത്ര അധികം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത്ര അധികം. ഓരോ വർഷങ്ങൾ കൂടുന്തോറും മുന്തിരി കൂടി കൂടി വരികയാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ അച്ഛമ്മ വന്നപ്പോഴേക്ക് ഇതിരെ ഓപ്പോസിറ്റ് വീട്ടിലെ ഫെമി ചേച്ചി. അവരെ കണ്ട് ഒത്തിരി നാളായിട്ടോ. മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അവിടെ ബിനി ചേച്ചി ഉണ്ടായിരുന്നു, നമ്മൾ ക്ലീൻ ചെയ്യാൻ. നമ്മൾ 3-4 വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ചേച്ചിയുണ്ട്. അപ്പോൾ ആളുണ്ടായിരുന്നു. അപ്പോൾ ആളുടെയൊക്കെ സംസാരിച്ചൊക്കെ നിൽക്കുക കേട്ടോ. ഞങ്ങളിത് ഫൈനലി വീട്ടിലേക്ക് കയറി. വീട്ടിലാണെന്നുണ്ടെങ്കിൽ റിനോവേഷൻ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് ബുധനാഴ്ച വരണമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഈ റിനോവേഷൻ പണികൾ കാരണം കുറച്ച് ലാഗായിട്ടാണ് ഈ 2-ാം തീയതി വന്നത് കേട്ടോ. അപ്പോൾ ഇതേ കുറേ പണികളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം പണികളുണ്ട്. പെയിൻറ്റിങ് ഇപ്പോൾ ഫുള്ള് കഴിഞ്ഞേ ഉള്ളൂ. അപ്പം തന്നെ ആകെ അലമ്പായി കിടക്കണം. അപ്പം നമ്മൾ കിടക്കുന്ന റൂം ഫുള്ള് ഒഴിച്ചിട്ടിട്ട് അമ്മയുടെ റൂമിലാണ് കേട്ടോ ഏകദേശം ഫുള്ളൊക്കെ കിടക്കുന്നത്. പിന്നെ ഇതേ കബോർഡ്സുകളും കാര്യങ്ങളൊക്കെ ദൈവങ്ങളെയൊക്കെ വെറുതെ അടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. വേറെ സ്ഥലത്താണ് അവർ ശരിക്കും ഇരിക്കാറുള്ളത്. അതേ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് കിടക്കാനുള്ള ഭാഗം മാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ കണ്ടം കിട്ടും ഫൈനലി അച്ചാസ് ഹോം അല്ലേ. ചേച്ചിയുടെ സൈക്കിൾ കണ്ണന്റെ റൂമില് ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചെടികളൊന്ന് നോക്കട്ടെ കേട്ടോ. വന്നിട്ടത് മുഖം കഴുകി. കണ്ണ് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണ് പാലൊക്കെ കൊടുത്തു. കൈകാലം മുഖമൊക്കെ ഒന്ന് കഴുകി. എന്താ വീട്ടിൽ ഉള്ളിലിടാനുള്ള ചെരുപ്പ് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ, ക്ഷത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ അത് പറഞ്ഞാൽ അവിടുത്തെ എടുത്ത് ഞാൻ വണ്ടിയിൽ ഇട്ടു കേട്ടോ. അപ്പോൾ അതെടുക്കണം. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ചെടികൾ നോക്കട്ടെ എന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മുന്തിരികൾ കാണിച്ചു തരാം. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ മുന്തിരി ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് പോയതാണ് കേട്ടോ. പക്ഷെ നോക്കി നല്ല ബിഗായി. ഞാനിതൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ച് പോയത് കേട്ടോ. ഈ ചെടി ഉണ്ടല്ലോ എന്ന് കൊടുന്ന് വെച്ചാന്നറിയോ. ചേട്ടനോട് ഞാൻ റിപ്പോർട്ട് ചെയ്യല്ല, മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് മണ്ണിൽ കുഴിച്ചിടാൻ പറഞ്ഞു കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ലേ മനുഷ്യൻ. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ചെടി.
കോയമ്പത്തൂർ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. പേര് ഞങ്ങൾ കോയമ്പത്തൂർ ചെടി എന്നാണ് പറയാം. നോക്കിയ ബഡ്സ് വന്നിട്ടുണ്ട്. നൈസ്. ഓ, എൻ്റെ ഒരു ബോഗൻവില്ലയുണ്ട്. പൂക്കൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് വെട്ടി ആകെ നിറയെ കാടായിട്ടുണ്ടായിരുന്നു ഇതിനേക്കാളും. അപ്പോൾ ഞങ്ങൾക്ക് വെട്ടി ഒക്കെ പോയതാണ്. ഇനി വിനിച്ചേട്ടൻ എന്നോട് വെട്ടാൻ പറഞ്ഞൊരു ചെടിയാണ്, അല്ല ഞാൻ വിനിച്ചേട്ടനോട് വെട്ടാൻ പറഞ്ഞ ചെടിയാണ് കേട്ടോ. പക്ഷെ നോക്കി നല്ല ബ്യൂട്ടിഫുൾ പൂവായി വന്നിട്ടുണ്ട്. ഭാഗ്യം ഒന്ന് വെട്ടിയില്ല. പിന്നെ എനിക്കൊന്നും ഞാൻ പോകുന്നില്ല, ബിക്കോസ് ടൈമില്ല. ഇപ്പം ഞാൻ ചെരുപ്പ് എടുത്തിട്ട് വേഗം ഉള്ളിൽ കയറട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ പറയാം. കവറുകളൊക്കെ എടുത്തു വെക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സാധനം കിട്ടിയത് കേട്ടോ, ചക്കയപ്പം. ഇന്നലെ ആരായിരുന്നു, നീനമ്മയായിരുന്നു, അല്ല നീനമ്മയായിരുന്നു കേട്ടോ കൊണ്ടുവന്നത് ചക്കയപ്പം. അപ്പോൾ അതിൽ ഒരെണ്ണം അമ്മ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തു വയ്ക്കാൻ പറഞ്ഞിരുന്നു, പക്ഷേ അമ്മ അത് മറന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് വിനിച്ചേട്ടൻ നല്ല പണികളാണ്. ഞാൻ ഒക്കെ സാധനങ്ങൾ വണ്ടിയിലേക്ക് വെച്ചു. അപ്പോൾ തിരിച്ച് വണ്ടിയിൽ നിന്നെല്ലാം വിനിച്ചേട്ടനോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും സ്കൂളിലേക്ക്, കാരണം ബുക്സ് വാങ്ങിച്ചിട്ടില്ല, ബാഗ് വാങ്ങിച്ചിട്ടില്ല, ഒരു വക സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം വാങ്ങിക്കണം. കുറേ സമയമെടുക്കുമെന്ന് മനസ്സിലായി, കാരണം നല്ല ക്യൂ ഒത്തിരി സമയം എടുത്തു കേട്ടോ. ആക്ച്വലി നമുക്ക് സ്കൂളിലേക്ക് 11:30 ആയിട്ട് നമ്മൾ എത്തി, ഒരു 3:30 എങ്ങാണ്ട് ആയപ്പോഴാട്ടോ തിരിച്ചെത്തിയത്. അപ്പോൾ അത്ര ടൈം എടുത്തു. ഇത് നമ്മൾ അടുത്ത വീട്ടിലൊരു ഇത്തിയാണ് കേട്ടോ, റംസിലിൻ്റെ ഉമ്മച്ചിയാണ്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ സംസാരിക്കാൻ വന്നതാണ്. കുറേ നാളായില്ലേ, കുറേ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആഷിക്കുട്ടനൊക്കെ എത്തി. ജിംബുവിൻ്റെ ആകെയുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ ഇത്. നമ്മളിവിടെ ആകെ ഒരു ഫ്രണ്ടേ ഉള്ളൂ ജിംബുവിന്, അതാണ് ആഷി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ലോങ് വീഡിയോ ആണ്, പക്ഷേ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലാഗ് അടുപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുമ്പം വളരെയധികം ബ്യൂട്ടിഫുൾ ആയിരിക്കും അവർക്ക് കാണാനായിട്ട്, അല്ലേ? അങ്ങനെ ഇത് സ്കൂളത്തെ ബുക്കുകളൊക്കെ പൊതിയാനായിട്ട് ഇപ്രാവശ്യം അച്ഛയും അച്ചമ്മയും ഒക്കെ ഉണ്ട്, ജിംബും ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ മാത്രമേ ഇല്ല, കാരണം ആ സമയത്ത് ഞാൻ കണ്ണനെ ഫീഡ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.